എം കെ ഹരിദാസ്, ഈ ക്രൂരകൃത്യം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നഗരമധ്യത്തിലാണ് നടക്കുന്നത്. മാത്രമല്ല 2 സ്ത്രീകൾക്ക് നേരെയാണ് ഇവർ അതിക്രമം നടത്തിയത്. ഈ കേസിലെ മുഖ്യപ്രതി മരണ സുബിൻ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. അയാൾ സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനനേന്ദ്രിയം കടിച്ചെടുത്ത അടക്കം 40-ലേറെ കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാളെ നേരത്തെ ജയിലിൽ അയച്ചിരുന്നു കാപ്പ കേസ് ചുമത്തി. സ്വാഭാവികമായും അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ ജയിലിന് പുറത്തിറങ്ങിയാൽ അയാളെ നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനില്ലേ? അപ്പോൾ പോലീസ് ഇപ്പോൾ പറയുന്നത് പോലീസിന് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. ഇനി കൂടുതൽ പരിശോധനകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ മരണ സുബിൻ തിരുവല്ല പോലീസുമായിട്ട് അഭേദ്യമായ ബന്ധത്തിലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പോലീസ് ഇതിലൊന്നും ഇടപെടാതിരുന്നത്. 1-ാം തീയതി നടന്നത് പുറംലോകം അറിയുന്നത് ഇന്നലെയാണ്. അപ്പോൾ നോക്കൂ, എന്തുകൊണ്ട് ഈ ഒരു കാലതാമസം വന്നു? ഇതെല്ലാം പരിശോധിക്കേണ്ടതല്ലേ? പോലീസ് ഗുണ്ട നെക്സസ് അത് ആര് ഭരിച്ചാലും അത് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും താങ്കൾ ഇതിന്റെ എന്നോടുള്ള ചോദ്യത്തിന്റെ ഇടയിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, ഇത്തരത്തിലൊരു ക്രിമിനൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ആ ക്രിമിനലിനെ ഫോളോ ചെയ്യേണ്ടതായിട്ടും ആ ക്രിമിനലിന്റെ ആക്ടിവിറ്റികൾ അന്നന്ന് പഠിക്കേണ്ടതായിട്ടും പോലീസിനൊരു ചുമതലയുണ്ട്. കാരണം ഈ നമ്മൾ പറയില്ലേ, പോലീസിലെ 50% ഉദ്യോഗസ്ഥരും വളരെ നല്ലവരാണ്. അത് CPO തൊട്ടിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് മുകളിലോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരിലും ഒരു 50% നല്ലതായിട്ട് തന്നെ നമുക്ക് കാണണം. ബാക്കിയുള്ള 50% എന്ന് പറയുമ്പോൾ ഒരു ശുദ്ധജല തടാകം മലിനമാക്കാൻ 2 തുള്ളി പാഷാണം മതി എന്ന് പറഞ്ഞതാണ് തോത്. ബാക്കിയുള്ള ഈ 50% വരുത്തി വെക്കുന്ന ഇത്തരത്തിലുള്ള ശ്രദ്ധ കുറവും അവരുടെ പെരുമാറ്റ ദൂഷ്യവും അവരുടെ ഈ ഗുണ്ടകളായിട്ടുള്ള ബന്ധം കൊണ്ടും പോലീസിനെ എല്ലാ കാലത്തും നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ചർച്ചകളിലൊക്കെ അങ്ങേയറ്റം തരം താഴ്ത്തി കാണിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിച്ചത് ഈ കഴിഞ്ഞ 9.5 വർഷത്തെ LDF ഭരണത്തിന്റെ ദൂഷിത ഫലമായിട്ട് വേണം കാണാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ഒരു നമ്മൾ പറയില്ല ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാരയും കടന്നിട്ട് അതിനേക്കാൾ മുകളിലേക്ക് പോയി. എല്ലാ കാലത്തും ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് പല നമ്മൾ പറയില്ലേ മറ്റൊരു ഗുണ്ടയെ പിടിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു മോഷ്ടാവിനെ പിടിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു കൊലപാതകയെ പിടിക്കാനൊക്കെ ഗുണ്ടകളുടെ സഹായം തേടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ റിലേഷൻഷിപ്പിനെ സത്യത്തിൽ ഒരു സേവന സന്നദ്ധതയുടെ ഭാഗം കൂടി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പല സിനിമകളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന ഗുണ്ടാഗം ഇന്ന സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആളെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഗുണ്ടകൾ തന്നെ ഗുണ്ടകളെ കുറിച്ച് ഒറ്റിക്കൊടുക്കുന്ന ഒരു സാഹചര്യം. അതിനെ പോലീസുകാർ ശിരസ വഹിച്ചിട്ട് നമ്മുടെ സാമൂഹ്യ സേവനം കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്ന കാലം. പക്ഷെ ഇപ്പൊ ആ അവസ്ഥ മാറി. ഇപ്പൊ ഗുണ്ടകളാണോ കേരളം ഭരിക്കുന്നത്, പോലീസാണോ കേരളം ഭരിക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അതിന് നമ്മൾ ആരെ കുറ്റം പറയേണ്ടത്? തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഈ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടായിട്ട് ഇതിനെ കാണാം. ഇപ്പൊ ഇന്ന് ഇവര് ഈ പറഞ്ഞു പോലീസിന്റെ അടുത്ത് യാതൊരു തെറ്റുമില്ല, പോലീസ് വിവരം അറിഞ്ഞ വഴിക്കുന്ന നടപടികളൊക്കെ എടുത്തു എന്ന് പറയുമ്പോൾ പോലീസ് ഒരു കാര്യം കൂടി അവർ പറയേണ്ടത് ഒറ്റപ്പെട്ടൊരു സംഭവമാണ്. അതിനെ ഊതിപ്പെരിപ്പിച്ചിട്ട് ഇത്തരത്തിലെ ചർച്ചയാക്കുന്നതാണ് നിങ്ങൾ സമൂഹത്തോട് ചെയ്യുന്ന അങ്ങേയറ്റം തെറ്റ്. സമൂഹത്തോട് ചെയ്യുന്ന അങ്ങേയറ്റം തെറ്റ് എന്ന് പറയുമ്പോൾ ശ്രീ അനിൽ നമ്പ്യാർ, താങ്കളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അലറി വിളിച്ച് കരഞ്ഞു എന്നാണെന്ന് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ സ്പായിലെ മറ്റ് ജീവനക്കാരോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ പട്ട പകലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പട്ട പകൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ രാത്രി 8:30 മണി കഴിഞ്ഞാൽ എറണാകുളത്തെ MG റോഡില് ഈ തുണിക്കടകളിൽ നിൽക്കുന്ന ജോലിക്ക് നിൽക്കുന്ന ഈ 6,000-7,000 രൂപ ശമ്പളത്തിൽ നിൽക്കുന്ന ഒരേ യൂണിഫോം ധരിച്ച പെൺകുട്ടികൾ ഈ 8:30 കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഏകദേശം 2 മണിക്കൂർ 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ലാസ്റ്റ് ബോട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന കാഴ്ചയാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. ഇത്തരത്തിൽ ഗുണ്ടകൾ തുനിഞ്ഞിറങ്ങിയാൽ ഇവിടുത്തെ സ്ത്രീകളുടെ സംരക്ഷണം ആരെ ഏറ്റെടുക്കുമെന്നൊരു അവസ്ഥ വേണം. കാരണം ഈയിടെ ഒരു ചാനലെ ഒരു ഗുണ്ടയെ വിളിച്ചിരുത്തി, തൃശ്ശൂരത്തെ ഒരു ഗുണ്ടയെ വിളിച്ചിരുത്തിയിട്ട് ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചപ്പോ ആ ഗുണ്ടയാണ് പറയണത് ഇന്ന DYSP നല്ലവനാണ്, കാരണം അദ്ദേഹം ഞങ്ങളിപ്പോ കൈകാര്യം ചെയ്യുന്ന രീതി വേറൊന്നാണ്. പക്ഷെ ഈ ഇന്ന സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹം വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഗുണ്ടകള് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് പോലീസ് ഏമാന്മാർക്ക് മാർക്കിടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇന്ന പോലീസുകാരൻ നല്ലതാണ്, ഇന്ന പോലീസുകാരൻ ചീത്തയാണെന്ന് ഗുണ്ടകൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ഇതിന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ ഇനി അനിൽ നമ്പ്യാർ നമ്മുടെ പോലീസിന്റെ വീഴ്ചകളെ കുറിച്ചിട്ട് പോലീസിന്റെ അങ്ങേയറ്റം പോലീസിന്റെ നമ്മൾ പറയില്ലേ സാങ്കേതികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അറിയണം.
ഞാൻ ഈയിടെ ഈ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷനെ കുറിച്ചിട്ട് അനിൽ നമ്പ്യാർക്ക് അറിയാമെന്നാണ് എന്റെ വിചാരം. സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തലവൻ അതാത് കാലം ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ ചെയർമാനായിട്ട് വരുന്നത്. പിന്നെ DGP ഉണ്ട്. പിന്നെ അതിൽ 2 റിട്ടയേർഡ് IAS ഓഫീസർമാർക്ക് ഇതിൽ അവസരമുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അങ്ങനെ ഒരു 8-അംഗ കമ്മിറ്റിയാണ് ഈ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷനിലെ അംഗങ്ങൾ. അപ്പൊ ഞാൻ വിവരാവകാശ നിയമപ്രകാരം സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ 2016 മുതൽ 2025 ഡിസംബർ വരെ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റെ സകല വിവരങ്ങളും ഞാൻ ഒരു വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു അപേക്ഷയിലൂടെ ആവശ്യപ്പെട്ടു. എത്ര സിറ്റിംഗ് നടത്തി, ഈ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റെ ഇവിടെ ഒരു റിട്ടയേർഡ് SP പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അറിയാൻ പറ്റും. പ്രധാന ചുമതല അതാത് ദൈനംദിന പോലീസിന്റെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുക, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കസ്റ്റഡി പീഡനം മുതലായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുക, അത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾക്ക് പോലീസുകാരെ പ്രാപ്തരാക്കുക. ഇങ്ങനെ ഒരുപാട് അതെനിക്ക് എന്റെ മാനുവൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ജനങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന പരാതിക്കാരോട് പോലീസ് മാന്യമായി പെരുമാറുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് വരെ ഈ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റെ ചുമതലയാണ്. പക്ഷെ കിട്ടിയ മറുപടി എന്താണെന്നറിയോ? 2016 മുതൽ 2025 ഡിസംബർ വരെ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ കേരളത്തിൽ കൂടിയിട്ടില്ല. പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയോ പങ്കെടുത്തിട്ടുള്ള അത്തരത്തിലുള്ളൊരു കമ്മിറ്റി ഇതുവരെയ്ക്ക് ഫോം ചെയ്തിട്ടില്ല. 9.5 വർഷത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷന്റെ, ഇത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാണ് സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ കൂടണമെന്ന്. കേന്ദ്ര സർക്കാരിന്റെ അല്ല, ഇത് സുപ്രീം കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനുകളിലെ ക്രൂരമായ പീഡനം നടക്കുന്നു, ക്രൂരമായ ലോക്കപ്പ് മർദ്ദനം നടക്കുന്നു എന്നുള്ള പരാതികളുടെ ഒരു വിധിയിലാണ് ഈ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷനെ കുറിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഇവിടുത്തെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതിനെപ്പറ്റി പറയാൻ ഒരുപാടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഞാൻ ഒരു കാര്യം പറയുകയാണ്. അതിലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടൊരു തസ്തികയുണ്ട്. ആ തസ്തികയിൽ ഇപ്പോൾ ആരാണ് ജോലി ചെയ്യുന്നത്, 2016 മുതൽ ഇതുവരെ ജോലി ചെയ്തവരുടെ പേര് വെളിപ്പെടുത്താൻ പറഞ്ഞപ്പോൾ 2016 മുതൽ 2025 ഡിസംബർ വരെ ഇത്തരത്തിൽ ഒരാളെ നിയമിച്ചിട്ടില്ല. കാരണം പറഞ്ഞത് എന്താണെന്നറിയോ? യോഗ്യതയുള്ളവരെ കണ്ടെത്താൻ കഴിയാത്ത കാരണം കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ എന്ന തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ പങ്കെടുക്കുന്ന SP അടക്കമുള്ളവർ ഞെട്ടിപ്പോവും. കാരണം കഴിവുള്ള, യോഗ്യതയുള്ള ഒരു സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിട്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലേക്ക് ഒരാളെ നിയമിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്രയും നമ്മുടെ സംസ്ഥാനത്തിലെ സാക്ഷരതയിൽ 100% മുന്നിൽ നിൽക്കുന്നു, എല്ലാ കാര്യത്തിലും വളരെ മുന്നിലുള്ള സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഒരു സെക്യൂരിറ്റി ഓഫീസറായിട്ട് ഒരാളെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു, സംജാതമായി എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഗതികേട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ പോലീസിന്റെ സ്ഥിതി. സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ കൂടിയിട്ടില്ല. പോലീസ് അതുമാതിരി തന്നെ ഒരു കാര്യം കൂടി പറയണം. ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലെ 104 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ആ ഉത്തരവ് നടപ്പിലാക്കിയോ എന്ന് ഈ സംസ്ഥാന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് അറിയില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പരസ്പര ധാരണയില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരസ്പരമുള്ള ഈഗോ ക്ലാഷ്, പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകൾ തമ്മിലുള്ള എന്താ പറഞ്ഞ അവിഹിതമായ ബന്ധം, ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ തിരുവല്ല കേസിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണണം. ഇതിൽ അല്പം നടന്നാലും അത്ഭുതമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം.